നല്ല പാല് പോലത്തെ നിലാവ്, തണുത്ത കാറ്റ്, ഐശ്വര്യമുള്ള രാത്രി. ഇങ്ങനെ നടക്കുന്ന എനിക്കൊരു സുഖ. പെണ്ണ് കെട്ടുന്നത് വരെ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. എനിക്കാണെങ്കിൽ ഈ നൈറ്റ് വീറ്റ് എന്ന് കേട്ടാ കല്യാ. പുറത്ത് ഇങ്ങനെ നിലാവ് പെയ്യുമ്പോ വീട്ടിനകത്ത് എനിക്ക് എന്റെ ആയുസോനും കെട്ടിപ്പിടിച്ചെടുക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ. എന്റെ പൊന്നുമോളെ. ആയിഷ അബ്ദുഖാന്റെ ഭാര്യയല്ലേ? ഭാര്യ മോളെന്നാ വിളിക്ക? ഈ സ്നേഹമുള്ള ഭർത്താവിന് ഭാര്യ മോളാണെന്ന് തോന്നും, ചിലപ്പോ ഉമ്മാണെന്ന് തോന്നും. ഒരാളെ മടിയിൽ മറ്റൊരാൾ തല വെച്ചെടുക്കുന്ന സമയത്താണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. പിന്നെ പെണ്ണിന്റെ തനി സ്വരൂപം കാണിക്കുമ്പോ ഇബിലീസ് ആണെന്നും തോന്നും. ഇതൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടാണ് കാര്യം. വയസ്സ് 19 ഒരു പെണ്ണിന്റെ മണം നീ അറിഞ്ഞിട്ടുണ്ടോ? 30? എനിക്ക് വയസ്സ് 32 കഴിഞ്ഞു. 20ാമത്തെ വയസ്സ് മുതൽ ഞാൻ കല്യാണം സ്വപ്നം കണ്ടു തുടങ്ങിയതാ. എന്ത് ചെയ്യാം, അച്ഛനും അമ്മയ്ക്കും ആ വിചാരം വേണ്ടേ? ഇപ്പോഴും മോന്റെ വായിൽ മുലപ്പാല് മണക്കുന്നു എന്നാണ് നിന്റെ അമ്മയുടെ വിചാരം? അതല്ല അബ്ദുക്ക, ഞാൻ മരണം വരെ പെങ്ങന്മാരെ നോക്കണം. ഇപ്പൊ പെണ്ണ് കെട്ടിയ പെങ്ങന്മാരെ നോക്കുന്ന ആരാണെന്ന അമ്മയുടെ ചോദ്യം. കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പെങ്ങന്മാരെ കെട്ടിയോമാരെ നോക്കണം. ഞങ്ങളുടെ തറവാട്ടിലൊരു പ്രത്യേക ചിട്ടയാ, പെണ്ണുങ്ങൾ അകത്തും ആണുങ്ങൾ പുറത്തും. അത് ശരി, പിന്നെ എങ്ങനെയാണ്? അബ്ദുക്ക, ദോ കള്ളൻ. മുങ്ങിന്നാ തോന്നണേ. കള്ള കഴിവേറി നമ്മളെ ശരിക്കൊന്ന് വെച്ചു. ആരായിരിക്കും? ഈ ആഴ്ച നമ്മളെ ലിസ്റ്റിൽപ്പെട്ട കേടുകൾ വല്ലവരും തറവാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ? ഏതായാലും സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറങ്ങാം. അവനെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല. എടാച്ചു, ആരെയാടാ കുളം തോണ്ടിയത്? ഓട്ടം കണ്ടാ അറിയാം, കൊയ്ത്ത് മോശമല്ല. അതൊക്കെ പിന്നെ പറയാം, ഇപ്പൊ സമയമില്ല. നമ്മള് വടിവാള് വാസല്ലേ? എന്താ സാർമാരെ? എന്താ ബാഗിനകത്ത്? ഒന്നുമില്ല, ഞാൻ ഒരു പഴയ കണക്ക് തീർക്കാൻ പോവാ. കണക്ക് നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം, അല്ലെങ്കിൽ പിന്നെയും ജോലി കൂടും. സ്വർണ്ണക്കട കയറി നീ മോഷ്ടിക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? തൊണ്ടി സാധനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് മര്യാദയ്ക്ക് സ്റ്റേഷനിലോട്ട് തറ. ഏത് സ്വർണ്ണക്കട, ഏത് തൊണ്ടി? കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന ഇടപാട്. വെറുതെ മനുഷ്യൻ മെനക്കെടുത്തരുത്. അബ്ദുക്ക, ഇവൻ പഠിച്ച പുള്ളിയാ. സ്റ്റേഷനിലെ ചൂടറിഞ്ഞെങ്കിലേ ഇവൻ സത്യം പറയത്തുള്ളൂ. ദേ വെറുതെ കള്ളക്കേസ് ഉണ്ടാക്കരുത്. ഞാൻ കള്ളം തന്നെ, നല്ല ഭംഗിയായി കക്കാനും അറിയാം. പക്ഷെ നിങ്ങൾ പറയുന്ന സ്വർണ്ണക്കടയിൽ ഞാൻ കേട്ടിട്ടില്ല. മിനിയാന്നാ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ഉടനെ അങ്ങോട്ട് പോകാൻ യാതൊരു താല്പര്യമില്ല. ഇവൻ പറയുന്നേട്ടിട്ട് സത്യം തോന്നുന്നുണ്ട്. നീ ശരിക്കും കണ്ടാണോ? ഇവൻ തന്നെ ആണോ ആള്? ഞാൻ ശരിക്കും കണ്ടതല്ലേ, ഈ ബാഗും കണ്ട്. എന്നാ പിന്നെ എന്റെ വല്ലവരും കണ്ട തൊണ്ടി കാണിച്ച് കള്ളക്കേസ് ഉണ്ടാക്കി അരിഞ്ഞു കളയും ഞാൻ. അവിടെ നിൽക്കാൻ. വാസു, വാസു, വാസു അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. ഈ രാത്രി പാതിരക്ക് ആളിന്റെ ഇടയിൽ കൂടെ ഒക്കെ എന്നെ തോട്ടിക്കരുത്. വാസു, നില്ലടാ. അയ്യോ, ഇവരിപ്പോ എങ്ങോട്ട് ഓടി? ഇവിടെ ഓടി കാണില്ല. നേരെ പോലെ എന്തായാലും ഓടിയിട്ടില്ല. അവിടെ എന്തോ അനക്കം കേട്ട്. എനിക്ക് തോന്നിയതാണ്. അല്ല പുതിയോ? ഇവനിത് എവിടെ പോയി? എന്താ അവൻ ഈ ഏരിയയിൽ തന്നെ കാണും. നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വിവരം അറിയിക്കാം. ബാക്കിയുള്ള പോലീസുകാരോട് വന്നോട്ടല്ലേ? വരരുത്, എന്റെ പുറകെ വരരുത്. ഏറവനാൽ ഞാൻ വെട്ടും. എന്റെ പൊന്നു വാസു, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നൊന്നിനും തുടങ്ങിയാണോ? ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ താഴെ ഇറങ്ങി വന്ന തൊണ്ടി എടുത്തതെന്ന്. ഞാനല്ല പൊട്ടിച്ചെന്ന് പറഞ്ഞില്ലേ? എന്റെ പുറകെ കയറി വരരുത്. മനസാ വാച കർമ്മണ ഞാൻ അറിയാത്ത കാര്യം എന്റെ തലയിൽ കെട്ടിവെച്ച നാറിയെ ഞാൻ വെറുതെ വിടുവന്നിരുന്നണ്ട. വാസു പോയി. നമ്മളിങ്ങനെ ഒരുമിച്ച് ഓടാതെ രണ്ടുമൂന്ന് ഗ്രൂപ്പായിട്ട് അവൾ കവർ ചെയ്യണം. എന്നാലും അവന് പിടിക്കാൻ പറ്റുള്ളൂ. പ്രഭാര,
നീ ഈ വഴിയെ പോ. അബ്ദു, നീ നാടും കൂടി ഇതിലെ ഇറങ്ങിപ്പോ. ഈ വെള്ളത്തിലേക്കോ? എന്താണ് എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂലേ? പോകാം, അതുകൊണ്ടല്ല. പിന്നെന്താണ് ഈ വെള്ളത്തിൽ ആരിറങ്ങി വെച്ചിരിക്കാനാ? അങ്ങോട്ട് വാ. ഗ്യാസ് ഒന്നും ഇല്ലല്ലോടോ. ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങി ഓട്ടോ. തൊണ്ട നനയ്ക്കുന്നത് ഇപ്പോഴാ. എന്തുവാടാ നോക്കുന്നത്? തന്റെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ഈ ഓടുന്നത്. ആ ഓർമ്മ വേണം. ഒരു വട്ട് വീടിഞ്ഞിട്. ഇത് എങ്ങനെയാണോ കത്തിക്കുന്നത്? തീപ്പട്ടി ഇടറോ? ഭദ്രകാളിയാ നിന്നെ ഒറ്റയ്ക്ക് എന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. നിന്റെ ചോര കണ്ടിട്ട് ഇനിമേ കഴിയുള്ളൂ. വെച്ച് കളിക്കരുത്. വിടാതെ പറഞ്ഞു. നാരായണ സാറേ, അബ്ദുക്കായോ ഓടിവായോ, ഞാൻ മരിവാൾ വാസുവിനെ പിടിച്ചേ. സത്യമായി ഞാൻ സ്വർണ്ണക്കട കേട്ടിട്ടില്ല. ഇങ്ങോട്ട് നോക്കിയേ, എന്നെ ഇപ്പൊ ഒന്ന് വിട്ടു തന്നാ ശരിക്കുള്ള കള്ളനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. അതിന് പുറമെ ഒരാഴ്ചക്ക് സാറിന് 501 രൂപയും കൊണ്ടുതരാം. ഇപ്പൊ ഇതങ്ങ് പിടിച്ചാട്ടെ. മനസ്സറിഞ്ഞ് ഇത്രയും രൂപ എന്റെ ഉള്ളൂ. വാളുതാ. എന്റെ രൂപയും മേടിച്ച് നീ എന്നെ വഞ്ചിച്ചു അല്ലണം. തൊണ്ടി ഓടിക്കുന്നതാ, ഇടിച്ചെന്നെ നട്ടലിയാ ഓടിക്കും. നീ ഞങ്ങളിട്ട് ഓടിച്ച് അല്ലെങ്കിൽ പോര്. നട ഇങ്ങോട്ട് നട. സത്യം പറയടാ തെണ്ടി, തൊണ്ടി സാധനം എവിടെ ഉണ്ട്? എനിക്കൊന്നും അറിയില്ല സാർ. സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത കാര്യത്തിന് എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് വില പിടിച്ചു മേടിച്ചു. ആണുങ്ങളെ കുറിച്ച് അവാദം പറയുന്ന ഒറ്റ തൊഴിയാൻ വെച്ചെന്ന 1 മാസം കഴിഞ്ഞ നീ മൂത്തൊഴിക്കൂ. ബ്ലഡി റാസ്കൽ. ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഇവനെ അകത്തത്. കൊണ്ടു. എന്റെ പ്രഭാകര, ഇനി 2 ദിവസമുള്ളൂ ഞാനിവിടെ. റിട്ടയർമെന്റ് ആവുന്നതിന് മുമ്പ് എനിക്ക് ഇതിൽ പരം സന്തോഷം പറയാനില്ല. സത്യം പറയല സാർ, ആദ്യം അവളെ കണ്ടത് പ്രഭാകരന. പ്രതീക്ഷിക്കാതെ ജീവൻ പണയം വെച്ച് പിടിച്ചത് പ്രഭാകരന. ഗുഡ്, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. വടിവാള് കൊണ്ടുള്ള വെട്ടേറ്റ് ചാവുമെന്ന് കരുതിയതാ. എത്ര വീശാണോ അവൻ വീശിയത്? പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. നിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും കാണാത്ത? പോറലൊക്കെ ഉണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് സാർ. ഓ സാരില്ല സാരില്ല.